ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം വിചാരിക്കണേ. അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയതാ കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേന്ന് രാത്രി നല്ല മഴ പെയ്തു കേട്ടോ. അതിൻ്റെ ഒരു ഉന്മേഷമാണ് പുല്ലിനും ചെടിക്കൊക്കെ കാണുന്നത് കേട്ടോ. നമ്മൾ എത്ര തന്നെ വെള്ളമൊഴിച്ചു എന്ന് പറഞ്ഞാലും ഈ ഒരു മഴ കിട്ടുന്ന ഒരു ഉന്മേഷം എങ്ങനായാലും പുല്ലിന് ഉണ്ടാവില്ല കേട്ടോ. നല്ലൊരു പച്ചപ്പും ഗ്ലോയൊക്കെ വരും. അതേപോലെ തന്നെ മരങ്ങളും പൊടികളൊക്കെ പോയി നല്ലൊരു ഉന്മേഷമായിട്ട് നിൽക്കുന്ന കാണുമ്പോൾ നല്ലൊരു സന്തോഷമാണ് കേട്ടോ. അതേപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട് മുല്ലപ്പൂവിൻ്റെ. ഇത് ഒരാഴ്ചയായിട്ട് വിരിയാൻ തുടങ്ങിയിട്ട് ഞാൻ ഇപ്പോഴാണ് തീർന്നു പോയപ്പോഴാണ് ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. നമ്മൾ ആകാശത്ത് നക്ഷത്രങ്ങൾ വാരിയിട്ട പോലെയായിരുന്നു വിരിഞ്ഞത്. നിറച്ച് മാഷാ അല്ലാ നല്ലോണം വിരിഞ്ഞിരുന്നു കേട്ടോ. ഇപ്പം ഇത് കഴിഞ്ഞു തുടങ്ങി. എന്നാലും സ്മെല്ലുണ്ട് കേട്ടോ. നല്ല സ്മെല്ല് വരുന്നുണ്ട്. സ്മെല്ല് വന്നപ്പോൾ ഓർത്തപ്പോഴാണ് ഞാനിപ്പോൾ ഇങ്ങനെ ബാക്ക് സൈഡിലേക്ക് വന്നത്. ഇതൊരുപാട് പഴക്കമുള്ള മുല്ലത്തയ്യാട്ടോ. ചട്ടിയിലായിരുന്നു, പിന്നെ ഞാനിവിടെ എടുത്തു വെച്ചതാണ്. 17 വർഷമായ മുല്ലത്തയ്യാട്ടോ. ഇത് നമ്മൾ ഈ മുല്ലക്കൃഷി ചെയ്യുന്നവർ വളർത്തണ അങ്ങനത്തെ തയ്യാട്ടോ. നല്ല ഓളി ഉണ്ടാവും പൂക്കള്, നല്ല സ്മെല്ലുമാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ഞാൻ അകത്തൊക്കെ കൊണ്ടുവെക്കും. അകത്ത് വെച്ചാൽ നല്ല സ്മെല്ലാണ്. തലയിൽ വെക്കണ എനിക്കിഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇതാ മുറ്റത്ത് കറങ്ങലൊക്കെ കഴിഞ്ഞ് ഇന്ന് ഒരു ഈസി ലഞ്ച് തട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടി കേട്ടോ. ഇന്നെന്തോ ഭയങ്കര മടി കേട്ടോ. മടി പിടിച്ചിരിക്കണ എനിക്ക് മടിയുള്ള കാര്യമാണ്, നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ചില ദിവസങ്ങൾ അങ്ങനെയുള്ള അത് ഒരു കണക്കിന് പറയുകയാണെങ്കിൽ എന്തോ സുഖമില്ലാത്ത കാരണമോ അല്ലെങ്കിൽ ഇത്രയും ദിവസം ഭയങ്കര ബിസി ആയിരുന്നു, അതുകൊണ്ട് ഒരു മടി പിടിച്ചിരിക്കാൻ വെറുതെ ഇരിക്കാനൊരു ആഗ്രഹം ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ലഞ്ച് ഒരു ഈസി ആയിട്ടുള്ള ഒരു ലഞ്ചാണ് തട്ടിക്കൂട്ടുന്നത്. തുടങ്ങിയപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുക്കറിൽ വെച്ചിട്ടുള്ളത് എന്താണെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അതിൽ ദാലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. നമ്മളെ മസൂർ ദാലും ഒരു വല്യുള്ളി, ഒരു തക്കാളി, 2 വെളുത്തുള്ളിൻ്റെ അല്ലി, അതേപോലെ തന്നെ കുറച്ച് കസൂരി മേത്തി, ആവശ്യത്തിന് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇതൊക്കെ കൂടെ ഉണ്ട് ഞാൻ കുക്കറിൽ വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ബീട്രൂട്ട് ഒരു തോരനും ഉണ്ട് ഉണ്ടാക്കുന്നത്. ബീട്രൂട്ട് തോരനും ഫിഷ് ഫ്രൈയും ദാൽ കറിയും ചോറും, ഇത്രയാണ് കേട്ടോ ഇന്നത്തെ ലഞ്ച്. നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇതാ ബീട്രൂട്ട് ഞാൻ നമ്മളെ കുട്ടി ചോപ്പറിൽ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബീട്രൂട്ടും വലിയ ഉള്ളിയും കൂടെ. അപ്പോൾ അതൊന്ന് അതിലിട്ടിട്ട് ഉണ്ടാക്കിയെടുക്കട്ടെ. പെട്ടെന്ന് ഒരു 10-15 മിനിറ്റ് കൊണ്ട് തട്ടിക്കൂട്ടിയൊരു ലഞ്ചാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് സമയം വെറുതെ ഇരിക്കണം എന്നൊരാഗ്രഹം. അപ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ടിയിട്ട് പോയിരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ചോറ് ഞാൻ ഓൾറെഡി റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പരിപ്പ് കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ചപ്പാത്തിക്ക് അല്ലെങ്കിൽ പൊറാട്ടയ്ക്ക്, ചോർക്ക് ഒക്കെ മാച്ച് ചെയ്യുന്നൊരു കറിയാണ് കേട്ടോ. നല്ല കോമ്പിനേഷൻ ആയിരിക്കും. നെയ്ച്ചോർക്കൊക്കെ ആണെങ്കിൽ നെയ്ച്ചോറും ഈ ഒരു പരിപ്പ് കറിയും നമ്മുടെ കോഴി പൊരിച്ചതും കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അതേപോലെ വെറുംചോറാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു മീൻ വറുത്തതോ അല്ലെങ്കിൽ കോഴി വറുത്തതോ ബീഫ് വരട്ടിയതോ ഈ ഒരു കറിയും ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, നമുക്ക് മടി പിടിച്ച് തട്ടിക്കൂട്ടി ഉണ്ടാക്കണ ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ലഞ്ചോ ഡിന്നറൊക്കെ ആയിരിക്കും ഭയങ്കര ടേസ്റ്റ് കേട്ടോ. നമ്മൾ പെട്ടെന്ന് തട്ടിക്കൂട്ടി അന്ന് മടി പിടിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടോ അല്ലെങ്കിൽ കറികൾ ഉണ്ടാക്കാൻ കൂടുതൽ സാധനങ്ങളൊന്നും ഇല്ലാത്ത ദിവസം ഒക്കെ ആകുമ്പോൾ ആ ഫുഡിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതേപോലെ തന്നെയാണ് ഇപ്പം ഇന്നത്തെ ഫുഡ് ഉണ്ടാവുക. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. കുക്കറിൻ്റെ സ്റ്റീം പോകാൻ പോലും ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ തടുക്കാപ്പാൻ വെച്ചപ്പോൾ ആ ഒരു വലിയ ഹോബിൽ ഇതിരിക്കൂല കേട്ടോ. ഈ സ്റ്റാൻഡ് വെക്കണം. അപ്പോൾ അത് വെച്ചിട്ട് തടുക്കാപ്പാൻ ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കട്ടെ. അതേപോലെ തന്നെ ബീട്രൂട്ട് ഉപ്പേരി ഞാൻ അടുപ്പ് മാറ്റി വെച്ചതാണ് കേട്ടോ. ഹോബ് മാറ്റി വെച്ചതാണ്. പരിപ്പ് ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. നല്ലൊരു ഞാൻ പറഞ്ഞല്ലോ ചോറ് എന്നത്തേലും കൂടുതൽ കഴിക്കൂട്ടോ. തേങ്ങ അരച്ചിട്ടൊന്നുമല്ല കേട്ടോ വെക്കണത്. ഒന്നാമത് ഞാൻ കൂടുതൽ കറികൾ വേസ്റ്റ് ആക്കണ്ട, ഫ്രിഡ്ജിൽ കയറ്റണ്ടെന്ന് വിചാരിച്ചിട്ടോ. ഫ്രിഡ്ജൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. നമ്മൾ റംസാൻ ടൈം ആകുമ്പോൾ ഫ്രിഡ്ജിൽ അധികം ഒരു സ്പേസ് ആവശ്യമാണല്ലോ. ഒരുപാട് നമുക്ക് നോമ്പ് തുറക്കണ സമയമാകുമ്പോൾ ഭയങ്കര ക്രേവിങ്സ് ആയിരിക്കും ഉച്ച കഴിഞ്ഞാൽ. അതുണ്ടാക്കുക കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് ഒരുപാട് ഉണ്ടാക്കും. പക്ഷെ അതൊന്നും കഴിക്കാൻ കഴിയൂല നോമ്പ് തുറന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഒക്കെ ഫ്രിഡ്ജ് കയറ്റും. അങ്ങനെ ഫ്രിഡ്ജിൽ ഒരുപാട് സാധനങ്ങൾ എക്സ്ട്രാ വരും. അതേപോലെ ബ്രെഡ് ക്രൗൺസ് അതുപോലത്തെ സാധനങ്ങളും കുറേ എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഫ്രിഡ്ജിൽ വരും. അപ്പോൾ ഒരുപാട് സ്ഥലം കൺസ്യൂം ചെയ്യും. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കി. ഇനിയിപ്പോൾ റംസാനൊക്കെ കഴിഞ്ഞില്ലേ, അപ്പോൾ അത് ഒഴിവാക്കി ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ.
അപ്പോൾ ഇതാ ഞാൻ ബീട്രൂട്ട് ഉപ്പേരിക്കുന്ന തേങ്ങ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. സാധാരണ ഞാൻ ചമ്മന്തി അരച്ചിട്ടാണ് ഇടുക, ചെറിയ ജീരകവും ചെറിയുള്ളിയൊക്കെ ചേർത്ത് ചമ്മന്തി അരച്ചിട്ടാണ് ഇടുക. ഇന്നിപ്പോൾ ഇങ്ങനെ മതിയെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ എന്തൊരു മടി പിടിച്ച ദിവസമാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. എരിവിന് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. മറ്റേ ചമ്മന്തിയിൽ മുളക് ചേർക്കുമല്ലോ, ഇതിപ്പോൾ ചമ്മന്തി അരച്ചിട്ടല്ലാത്തതുകൊണ്ട് കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എരിവിന്. അപ്പം അങ്ങനെ ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കണം എന്നൊന്നും പ്ലാൻ ചെയ്തതല്ല കേട്ടോ. ഞാൻ ഒന്നാമത്തെ കാര്യം ഇപ്പോൾ ഭയങ്കര മടി വീഡിയോ ഇടാൻ. കാരണം വെച്ചാൽ തീരെ വ്യൂസ് കുറവാണ്. അപ്പോൾ ഭയങ്കര മടി. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. കമൻറ്റ് എനിക്കൊരു ഭയങ്കര വാല്യൂ ഉള്ളൊരു സംഭവമാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ വ്യൂസിനേക്കാളും ഫോക്കസ് ചെയ്യില്ല എനിക്ക് വരുന്ന കമൻസാണ് കേട്ടോ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഡോളർ കയറാനോ വാച്ച് അവർ കൂടാനോ ഒന്നും അതിനേക്കാളൊക്കെ അപ്പുറം എനിക്ക് ഒരു എന്താ പറയുക, ഒരു റിലീഫാണ് കേട്ടോ അത്. എനിക്കൊരു എന്തോ ഒരു നമ്മൾ എന്താപ്പം ഞാൻ പറഞ്ഞുതരാം, എനിക്കറിയില്ല. നിങ്ങളെ കമൻറ്റ് വായിക്കലും അതിന് മറുപടി അയക്കലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വിനോദമാണ്. എനിക്ക് ഭയങ്കര റിലാക്സാണ് അത്. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണ്ട. അപ്പോൾ അതാ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുട്ടി ചോപ്പറിൽ എത്ര ചെറുതാക്കി വേണമെങ്കിലും നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ ബീട്രൂട്ട് ക്യാരറ്റൊക്കെ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ പറ്റ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിലോ ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു മീഡിയം സൈസ് വലിപ്പത്തിലായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമുക്ക് ആ കുട്ടി ചോപ്പറിൽ ഒരു പ്രാവശ്യം പൾസ് ചെയ്യും, 2 പ്രാവശ്യം പൾസ് ചെയ്യും. അങ്ങനെ നമുക്ക് എത്രയാണോ ചെറുതാക്കേണ്ട അത്രയും ചെറുതാക്കാനായിട്ട് പറ്റും. നല്ല ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് കേട്ടോ അത്. അപ്പോൾ ഇതാ ഞാൻ നമ്മൾ വറുത്തൊഴിക്കണത് കടുകും ചെറിയ ജീരകവും കൂടെ ചേർത്തിട്ടാട്ടോ. മല്ലിയില കൂടെ ഇടണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് മല്ലിയില ഇടാൻ വിട്ടുപോയി എന്നുള്ളത് കേട്ടോ. കറിവേപ്പിൻ്റെ ഇല ഞാൻ ഇട്ടു, മല്ലിയില ഇടാൻ വിട്ടുപോയിട്ടുണ്ട്. മല്ലിയില ഈ പരിപ്പ് കറിക്ക് ഭയങ്കര ഒരു മാച്ചുള്ള സാധനം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇനി ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ അതുകൂടി ചേർത്ത് ഉണ്ടാക്കി നോക്കുക. എൻ്റെ കയ്യിലുണ്ടായിരുന്ന തടുക്കാപ്പാന് തീരെ ഇതുപോലെ നിൽക്കൂലായിരുന്നു കേട്ടോ. നമ്മുടെ ഹോബിൽ നിൽക്കൂലായിരുന്നു. ഇതിപ്പോൾ കാസ്റ്റ് അയൺ ആണ് കേട്ടോ. അതുകൊണ്ട് നല്ല സ്റ്റേബിളായിട്ട് നിൽക്കും. നല്ല വെയിറ്റുള്ള കാരണം നല്ലോണം നിൽക്കും. അപ്പോൾ ഞാൻ ലിഡെടുത്ത് മൂടാറാണ് പതിവ്. ഇതിപ്പോൾ ഞാൻ ആ സ്പൂണും കൊണ്ടൊന്ന് തടുത്ത് കൊടുത്തതാണ് കേട്ടോ. കടുക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറിക്കണ്ടെന്ന് എഴുതിയിട്ട്, പാത്രം കഴുകാനാക്കണ്ടെന്ന് കരുതിയിട്ടാണ്. ഉള്ള പാത്രങ്ങളൊക്കെ ഞാൻ ഡിഷ് വാഷറിൽ ഓൾറെഡി ലോഡ് ചെയ്ത്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എന്തോ ഒരു മടിയാണെന്ന്. അപ്പോൾ ഇനിയിപ്പോൾ പാത്രം കഴുകാനാക്കണ്ടെന്ന് കരുതിയിട്ടാണ് ലിഡെടുത്ത് മൂടാത്തത്. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഹോബിൽക്കൊക്കെ തെറിച്ചാവണ്ടെന്ന് കരുതിയിട്ട് ലിഡെടുത്ത് മൂടും. ഇപ്പോൾ ഹോബ് എന്തായാലും തുടക്കൽ നിർബന്ധമാണ്. മീൻ വറുത്ത് കഴിഞ്ഞാൽ ആകെ തെറിക്കും. ഇനിയിപ്പോൾ അടുത്തത് മീനൊന്ന് വറക്കണം. പിന്നെ നമ്മൾ സെർവ് ചെയ്യണ പാത്രത്തേക്ക് മാറ്റണം കേട്ടോ. അപ്പം ഞാൻ നമ്മളെ നെസ്റ്റേഷ്യൻ്റെ സ്ക്വയറിലുള്ള പാത്രങ്ങളുണ്ടല്ലോ അതൊക്കെയാണ് കേട്ടോ മാറ്റുക. അത് വേറെ ഒന്നുമല്ല. ഇപ്പം ഞങ്ങൾ അധികം പുറത്ത് പാഷ്യോയിലിരുന്നാണ് ഫുഡ് കഴിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പാഷ്യോക്ക് ഒരു അധികം സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ, 5 സ്റ്റെപ്പ് ഉണ്ട്. അപ്പം ഞാൻ ഓരോ പ്രാവശ്യം ഇറങ്ങി കയറണ്ടേ. അപ്പോൾ ആ ഒരു പാത്രത്തിൽ വെച്ചാൽ നല്ല സ്റ്റാക്കബിൾ ആണല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അങ്ങനെ മേലെ മേലെ വെക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ വെച്ചാൽ എനിക്ക് ഒന്നിച്ച് അങ്ങോട്ട് എടുത്ത് കൊണ്ടുപോവാം. അപ്പോൾ പിന്നെ 2 പ്ലേറ്റും ഗ്ലാസും അതേപോലെ സ്പൂണ്, ചോറ് കോരുന്ന സ്പൂണ് ഒക്കെ ഞാൻ എക്സ്ട്രാ അവിടെ വെച്ചേക്കൂട്ടോ താഴെ. അവിടെ തന്നെ കഴുകി വെക്കും. അപ്പോൾ നമ്മൾ അതൊക്കെ അവിടെ നിർത്താൽ മതി. ഫുഡും കൊണ്ടാണ്ട് പോയാൽ മതി. ഫുഡ് അതേപോലെ തന്നെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവെക്കും ചെയ്യാം. അവിടെ വെക്കൂല കേട്ടോ. ഓപ്പൺ ഏരിയ അല്ല, എലിയൊക്കെ വരിക എന്ന് വെച്ചാൽ എലി ഇല്ല കേട്ടോ അപ്പോൾ. പക്ഷെ എന്നാലും അങ്ങനെ വേണ്ടാന്ന് എഴുതിയിട്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ എനിക്കിതും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഇറങ്ങി കയറാൻ സൗകര്യത്തിന് ഞാൻ ആ ഒരു പാത്രത്തിലാണ് ഞാനത് വെക്കുക കേട്ടോ. പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാനും അങ്ങനെ തന്നെ വെക്കാം. അത് അങ്ങനെ തന്നെ നമുക്ക് ഓവനിക്ക് വെച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്യാനും പറ്റും. അങ്ങനെയൊക്കെ ഒരു ഗുണമുണ്ട്. കുറേ പാത്രം കഴുകാനുള്ളത് കുറഞ്ഞു കിട്ടുമല്ലോ. അപ്പം അങ്ങനെ. അപ്പം മീനൊന്ന് വറുത്താവട്ടെ. അപ്പോക്കിന് ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് റെഡിയാക്കി വെക്കാം കേട്ടോ. അതാ ഈ ഒരു പാത്രമാണ്. ഇതാകുമ്പോൾ നമുക്ക് മേലെ മേലെ വെക്കാം. നല്ല ഒതുങ്ങി നിൽക്കും കേട്ടോ. നമുക്ക് കൊണ്ടുപോകാനും സുഖമാണ്, ഫ്രിഡ്ജിൽ വെക്കാനും സുഖമാണ്, ഒക്കെ നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ അതാ ബീട്രൂട്ട് ഓൾമോസ്റ്റ് വെന്ത് ഓഫ് ചെയ്തിട്ടു. കറിയും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മീനും കൂടി വറുത്തായാൽ ഒക്കെ പാത്രത്തേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഞാൻ എങ്ങനത്തെ വീഡിയോ ഇടുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നും എങ്ങനത്തെ വീഡിയോ ആണ് നിങ്ങൾ ഇന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്നൊക്കെ ഒന്ന് പറയാം. അത് എനിക്കൊരു ഐഡിയ കിട്ടും. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട വീഡിയോ കാണാമല്ലോ. അത്രയേ ഉള്ളൂ. പിന്നെ വ്യൂസൊക്കെ പറ്റ താഴെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വ്യൂസോ
വാച്ച് അവറോ അല്ലെങ്കിൽ ഡോളറോ ഒന്നും ഞാൻ കണക്കാക്കണില്ല. എന്നാലും ഞാൻ വീഡിയോ ഇങ്ങനെ ഇടുകയാണ് കേട്ടോ. ഇടാൻ പറ്റുന്നിടത്തോളം ഇടാന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സഹകരിക്കുക. അപ്പോൾ അത്രയൊക്കെയാണ് കേട്ടോ. അത് മീനൊക്കെ ഒന്ന് മറിച്ചിട്ടെടുത്തു. അതിൻ്റെ ബാക്കി വന്ന മസാലയൊക്കെ ഞാൻ അതമ്മ പുരട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മസാല പിടിച്ചിട്ടുണ്ടായിരുന്നു കഴിക്കുമ്പോൾ. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ടാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ നല്ല മസാല ഒക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത് വോയിസ് ഓവർ കൊടുക്കുന്ന ഇടയിൽ കൂടെ മോന് വിളിച്ചു, എൻ്റെ ഇടയ്ക്ക് മോള് വിളിച്ചു. അപ്പം ഇനിയിപ്പോൾ എന്തൊക്കെ ആദ്യം പറഞ്ഞു ഇപ്പം പറയാൻ പോകണമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ചിലപ്പോൾ രണ്ടും തമ്മിലൊരു ബന്ധം ഉണ്ടായിന്ന് വരില്ല. എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞതൊക്കെ മനസ്സിൽ കരുതി വെച്ചിരുന്നു. എന്തൊക്കെ പറഞ്ഞൊന്നും പറയാത്തതൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ സംഭവിക്കുന്നത് തുടക്കം മുതൽ കേട്ട് വരുമ്പോക്കിന് ടൈമാവും. പിന്നെ അതിനിടക്ക് മോനെ എന്തെങ്കിലും പറഞ്ഞു വരും ചെറിയ ആള്. അപ്പോൾ പിന്നെ അത് കട്ടായി പോകും. അതിനേക്കാളും നല്ലത് ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് തുടർന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ വ്യൂസിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പരമാവധി നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. കമൻറ്റ് എനിക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ കമൻറ്റ്സ് വായിക്കലും അതിന് മറുപടി അയക്കലും എനിക്കൊരു ഇഷ്ടപ്പെട്ട വിനോദമാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു ഇമോജിയെങ്കിലും കമൻറ്റ് അയക്കുക, എന്തെങ്കിലുമൊക്കെ ചോദിക്കാനോ പറയാനോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ വെക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ എപ്പോഴും കമൻറ്റ് ബോക്സിൽ കൂടെ ഒരു കമ്മ്യൂണിക്കേഷൻ കീപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ കറികളൊക്കെ ഞാൻ പാത്രത്തിൽ ആക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് മുനീഫ് വിളിച്ചു. അപ്പോൾ ഞാൻ മുന്നേ ഇതൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അവന് ഗിറ്റാറും കീബോർഡൊക്കെ പഠിച്ചിരുന്നു നാട്ടിൽ നിന്ന്. ചെറുപ്പത്തിൽ ഒരു 5 വയസ്സിൽ പഠിക്കാൻ തുടങ്ങിയതായിരുന്നു കേട്ടോ. 4th സ്റ്റേജ് വരെ അവന് ലണ്ടൻ യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലായിരുന്നു കീബോർഡ് പഠിച്ചിരുന്നത്. 4th സ്റ്റേജ് വരെ അവന് എക്സാം അറ്റൻഡ് ചെയ്ത് സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ട്. അവന് ടച്ചൊന്നും വിട്ടുപോയിട്ടില്ല. പക്ഷേ ഇവിടെ നിന്ന് കീബോർഡൊന്നും കൊണ്ടുപോയിട്ടൊന്നുമില്ല. അവിടെ നിന്ന് വാങ്ങുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ അവന് ലക്കിന് ആരോ ഇത് ഉപയോഗിക്കണ ആരെങ്കിലും ആയിരിക്കും റൂം മാറി പോവുകയായപ്പോൾ ചെറിയ വിലക്ക് കിട്ടിയപ്പോൾ വാങ്ങിയെന്ന് പറഞ്ഞു. ആ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതൊരു സന്തോഷം. അതിൻ്റെ അടുത്ത് ഈ വീഡിയോൻ്റെ വോയിസ് ഓവറൊക്കെ കണക്ഷനൊക്കെ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ എന്തോ ഞാൻ ആദ്യം പറഞ്ഞതും ഇപ്പോൾ പറയുന്നതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തുടക്കം മുതൽ കേൾക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നെയും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. പിന്നെ എൻ്റെ സമയം കുറേ വേസ്റ്റ് ആവട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ. അപ്പോൾ ഇതാ കറികളൊക്കെ റെഡിയായി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞോ എന്തോ എനിക്കറിയില്ല. അപ്പോൾ താഴെ ഇരുന്ന് ഭക്ഷണം കഴിക്കണ കാരണം ഈ ഒരു പാത്രത്തിലാവുമ്പോൾ നമുക്ക് ഇറങ്ങി കയറാൻ കുറച്ച് സുഖമാണ്. അപ്പോൾ ഇതാ ഇങ്ങനെ ഈ പാത്രത്തിൽ ആക്കി വെച്ചു. ഇനിയിപ്പോൾ അത് താഴേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെ തന്നെ മേലെ വെച്ചിട്ട് എനിക്കതങ്ങനെ എടുത്തിട്ട് പോവാം. അതേപോലെ തന്നെ ഇങ്ങോട്ട് എടുത്തിട്ട് വരും ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാത്രത്തിലാക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ പുറത്തേക്ക് എടുത്ത സാധനങ്ങളൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ തന്നെ എടുത്ത് വെക്കണം. അത്രയ്ക്കായിരുന്നു ഇന്നത്തെ കാര്യങ്ങൾ. ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഒക്കെ വിചാരിക്കണേ. അപ്പോൾ വീണ്ടും ഒരു വ്ളോഗായിട്ട് വരുന്നവരെ വരാം. അതുവരെ കമൻറ്റ് അയക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അസ്സലാമു അലൈക്കും.